ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മളെങ്ങനെ ലെയർ കട്ടായി ഹെയർ വെട്ടാം എന്നുള്ളതാണ് കേട്ടോ, മുടി വെട്ടാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് വേണ്ടത് ചീപ്പ്, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നെ ഒരു കത്രിക. ഇത്രയും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചീകി ശരിയാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ മുടി നന്നായി ഒന്ന് ചീകി കൊടുക്കണം കേട്ടോ. കെട്ടൊന്നും ഇല്ലാണ്ട് നന്നായി ചീകി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ മുടിയും കൂടിയിട്ട് അങ്ങനെ ഇടണം കേട്ടോ. അങ്ങനെ ഇടുക. ഇങ്ങനെ ഇടണേ. ഞാനിങ്ങനെ വെട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് വേണ്ട റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇവിടെ ഇടുക. ഇവിടെ ഇങ്ങനെ ഇടുക, നല്ല ടൈറ്റിലിടുക. എനിക്ക് കുറച്ച് മുടിയുള്ളൂ കേട്ടോ. അതിന് കുറച്ച് മുടി ഇനി വെട്ടണമല്ലോ. ഞാൻ ഇങ്ങനെ വെട്ടാറുള്ളതാണ് കേട്ടോ ഇടയ്ക്ക്. പിന്നെ ഞാൻ ഇവിടെയും കുറച്ച് ഇടുക. ഇട്ടില്ലേലും വിരോധമൊന്നുമില്ല. കുറച്ച് മുടിയെ കാരണം കൂടുതൽ മുടിയുള്ളവർ ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് മുടി ഇനിയാണ് നമ്മൾ വെട്ടാൻ പോകുന്നുള്ളൂ കേട്ടോ. ഇനി ഇത്തിരിക്കോളം മുടിയാണ് നമ്മൾ വെട്ടണത് കേട്ടോ. അവിടെ അങ്ങനെ നമ്മൾ വെട്ടി കൊടുക്കാൻ പോവാണ്. ഇതാ കണ്ട. ഇപ്പോൾ ഇത്ര മുടി നമ്മൾ വെട്ടിയിട്ടാ. നമുക്ക് റബ്ബർ ബാൻഡ് അഴിക്കാം. ഇതാ കണ്ട, റബ്ബർ ബാൻഡ് അഴിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടെ ലെയർ വെട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ ചെവിയുടെ ബാക്കിൽ നിന്ന് കണ്ട, ചെവിയുടെ ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് മുടി എടുക്കാം കേട്ടോ. മുടി എടുത്ത് ഇതുപോലെ നന്നായി ചീകി കറക്റ്റായിട്ട് മുടി എടുത്തിട്ട് നമ്മൾ മറ്റേത് ഫുള്ളായിട്ട് എടുത്തു. ഇപ്പോൾ ചെവിയുടെ ബാക്കിൽ നിന്ന് എടുത്തു കേട്ടോ. ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇടുക. നമ്മൾ എടുത്തിട്ടുള്ളത് ചെവിയുടെ ബാക്കിൽ നിന്ന് കേട്ടോ. ഇതാ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും റബ്ബർ ബാൻഡ് ഇടാം. വീണ്ടും ഇവിടെ ഒരു കുഞ്ഞ് റബ്ബർ ബാൻഡും കൂടി ഇടാം കേട്ടോ. കേട്ടോ, കുറച്ചും കൂടി ഇനി വെട്ടണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഇത് വെട്ടി കൊടുക്കാണ് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് തന്നെ വെട്ടി കൊടുക്കുക. ഇതാക്കണ്ട, വെട്ടി കൊടുത്തു. അപ്പോൾ ആ ഒരു ലെയർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ചെവിയുടെ ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫുള്ളായിട്ട് ഇട്ടിട്ട് പിന്നെ രണ്ടാമത്തത് ചെവിയുടെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇനി നമുക്ക് ചെവിയുടെ മുകളിൽ നിന്നാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ബാൻഡ്സ് പോലെ ഇടാനായിട്ട് ഇതാ കണ്ട, ഇവിടെ നിന്നാണ് എടുത്തത്. അതായത് ചെവിയുടെ മേലിൽ നിന്ന് എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇടുക കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് നമ്മളിതാ വെട്ടി കൊടുക്കാൻ പോവാണ്. വെട്ടിക്കൊടുത്തു. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ.
ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ മുടി ഭയങ്കര തിക്ക് കുറഞ്ഞ മുടിയാണ് കേട്ടോ. അപ്പോൾ തിക്നെസ് കുറഞ്ഞ മുടിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഒക്കെ തിക്കുള്ള പോലെ തോന്നിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് വെട്ടാറ്. അതുപോലെ ഇച്ചിരി നെറ്റിയുള്ള ആൾക്കൊക്കെ നല്ലൊരു ഹെയർ കട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഒരു നെറ്റി അവിടെ ഒന്ന് കവർ ചെയ്ത് കിടക്കുകയും ചെയ്യും. പിന്നെ ആദ്യമായിട്ട് വെട്ടുന്നവർ വളരെ കുറച്ച് മുടി മാത്രം വെട്ടുക കേട്ടോ. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുണ്ട്. അപ്പോൾ നല്ല തിക്ക് പോലെ തോന്നിക്കും നമ്മുടെ മുടി. നല്ല അടിപൊളിയായില്ലേ. ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിങ്ങനെയാണ് കേട്ടോ മുടി വെട്ടാറ്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെയാണ് മുടി വെട്ടാറ്. എന്തായാലും നമ്മൾ സലൂണിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 500 രൂപയില്ലാണ്ട് വെട്ടാൻ പറ്റില്ല. നമുക്ക് സ്വയമായിട്ട് വെട്ടാവുന്ന കാര്യമാണ് കേട്ടത്. അതുപോലെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒട്ടും തിക്കില്ലാത്ത മുടി കേട്ടോ. തിക്കില്ലാത്ത മുടി നല്ല തിക്കായിട്ട് തോന്നിക്കാൻ ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, തിക്കുള്ള പോലെ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യമായിട്ട് മുടി വെട്ടുന്നവർക്ക് കുറച്ച് എടുത്തിട്ട് വെട്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതായിരിക്കും. ബൈ ബൈ, സീ യു.